അവനെ വിട്ടേക്ക് നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ വാ. ഓയന്മാരെ നമ്മളെ പിടിക്കാൻ വേണ്ടി വന്നതാണോ? ആരോമാര് യവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. നമ്മളെ പിടിക്കാൻ വേണ്ടി ചില മൃഗങ്ങൾ മുകളിൽ വന്ന് നിപ്പുണ്ട്. വരൂ, നമ്മൾ ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. വലിയത് മീനാന്ന് തോന്നുന്നു. ഫിഷങ്ങൾ ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ്. ഞങ്ങൾ അറിയാതെ ചെയ്തതാ. ഈ റബ്ബിഷ് ഞങ്ങൾ ഒരിക്കലും ആവില്ല ഇനി സെൽഫിഷ്. ഹണി, എന്തിനാ അവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കറിയില്ലേ, മത്സ്യം ജലകന്യകയാണ്. അതുകൊണ്ട് തീർച്ചയായും അവരെ ബഹുമാനിക്കും. എന്റെ പേരാണ് ഏലിയൻ. ഇതെന്റെ അനിയൻ ഫീലിയൻ. ഞങ്ങൾ എല്ലാ കാര്യത്തിലും തോൽക്കുന്നവരാണ്. ഈ മണ്ണിന്റെ അമ്മയാണ്. ആ ബിൽഡിംഗ് എന്റെ അച്ഛനാണ്. ഈ പൂക്കൾ എന്റെ സിസ്റ്റേഴ്സ് ആണ്. ഈ പാറ എന്റെ ബ്രദേഴ്സ് ആണ്. ഇവനെ കാണാൻ എന്ത് രസമാണ്. നമുക്ക് കൈ കുലുക്കാം. വാ, വേഗം വാ. ഇത് ഞങ്ങളുടെ കൈയാണ്, കാലല്ല. ഞങ്ങളുടെ ഗ്രഹത്തിൽ എല്ലാം തലകുത്തനെയാണ്. ഞങ്ങൾ ഹായും ബായും എല്ലാം തലകുത്തനെ പറയും. ഞങ്ങളുടെ ഗ്രഹത്തിൽ ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുകയാണെങ്കിൽ അത് ഈ കാതിലൂടെ കേട്ട് ഈ കാതിലൂടെ വീടും. സംസാരം കൂടുന്നുണ്ട്. നിന്റെ വായുടെ പണി ഞാൻ തീർക്കും. ഇങ്ങനൊന്നും സംസാരിക്കരുത്, ഞങ്ങൾ പേടിച്ചു പോകും. എടാ, ആരോമാരൊക്കെ തലയിലെ അരടി വെച്ച് ടിവിയെ പോലെ ഉണ്ടല്ലോ. ഇവ എന്നെ കളിയാക്കുന്ന ചേട്ടാ. സണ്ണി, നീ ഈ ഗ്രഹത്തിലെ വില്ലനാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ നീ വലിയ ആള് തന്നെയാ. ഈ പ്രപഞ്ചത്തിന് തന്നെ നീ വലിയൊരു വില്ലനായി മാറിയിരിക്കുകയാണല്ലോ. എടാ, ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ ആരാന്ന്. എന്റെ മുഴുവൻ ശക്തി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അടിച്ചു പൊളച്ചു തിമിർത്തു. ദിവസം 10 കിലോമീറ്റർ ഓടിയാൽ പോലും വയറകത്തേക്ക് പോകില്ല. സണ്ണി ഇടിച്ച ഇടിയിൽ അവന്റെ വയർ എന്തുമാത്രം അകത്തേക്ക് പോയി നോക്ക്. ചേട്ടാ, 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 ഇവ എന്നെ തല്ലി എന്റെ വയറ്റിൽ ഇടിച്ചു. ഇവൻ ഇവിടെ രക്ഷപ്പെടാൻ പാടില്ല. വാ, വേഗം പോയി പിടിക്കാം. ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഇവരന്വേഷിച്ചെന്ന ആൾ തീർച്ചയായും സണ്ണി ആയിരിക്കില്ല. നമുക്ക് സണ്ണിയെ രക്ഷിക്കണം. ഏലിയൻ ചേട്ടാ, നിങ്ങളുടെ പ്ലാനറ്റിലേക്ക് സണ്ണി ഒരിക്കലും വന്നിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ശത്രുവിന് നിങ്ങളുടെ പ്ലാനറ്റിൽ പോയി അന്വേഷിക്കുക. എന്നോട് നീ ഒന്നും പറയണ്ട. ഞാൻ ടാബിൽ മാച്ച് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങളെ തടയാൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാപത്ത. ലോകത്തിന്റെ ശക്തി ഞാൻ നല്ല സമയം ഞാനിവിടെ എത്തി. അല്ലെങ്കിൽ ഏലിയൻസ് എന്റെ പണി തീർത്തേനായിരുന്നു. ഞാൻ കുടുങ്ങി. സണ്ണിയെ വിട്. നിങ്ങൾ എന്താ ഈ കാണിച്ചത്? ആദ്യം ഞങ്ങൾ ഇതെല്ലാം കഴിക്കും, പിന്നീട് കൂടെല്ലാം തുപ്പിക്കളയാം. രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ എവിടേക്കാ കൊണ്ടുപോകുന്നത്? എന്നെ വിട്, രക്ഷിക്കണേ, രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. ടാർഗറ്റ് ലോക്ക്.
ഇന്ന് അവന്മാരുടെ ജീവനോടെ വിടാൻ പോകുന്നില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ചേട്ടാ നമുക്ക് അവനൊന്ന് സഹായിക്കണം ചേട്ടാ. എടാ മണ്ട, അവൻ നമ്മുടെ ശത്രുവാണ്. ഒരു കാരണവശാലും ശത്രുക്കൾക്ക് വേണ്ടി സെന്റിമെന്റ്സ് ആവാൻ പാടില്ല. മുകളിലെത്തി. പക്ഷെ എങ്ങനെ അടിക്കുക? നമ്മുടെ കയ്യിൽ ഏർപ്പമുണ്ടല്ലോ, അത് വെച്ച് അടിക്കാം. നിങ്ങളെന്നെ രക്ഷിച്ചു. നിക്കടാ, ഇനി കളി കഴിഞ്ഞിട്ടില്ല. ഇതെന്താടാ, നാക്കാണോ അതോ ലോക്കാണോ? എന്നാ നീ ഇത് കഴിച്ചോ. ദാ. ആയിരിക്കും സ്കൂട്ടറിൽ നമുക്ക് പോവാം. അവന്മാർ രക്ഷപ്പെടരുത്. എടാ, വണ്ടി സ്റ്റാർട്ട് ആയിട്ടില്ല. വേഗം കിക്ക് ചെയ്യ്. ഓക്കെ, ഞാൻ കിക്ക് ചെയ്യാം. എടാ കഴുത, ഞാൻ സണ്ണി അല്ല കിക്ക് ചെയ്യാൻ പറഞ്ഞത്, സ്കൂട്ടറിന്റെ കിക്കർ അടിക്കാനാ പറഞ്ഞത്. രക്ഷിക്കണേ. കണ്ടോ, എന്റെ കൈയുടെ ശക്തി മനസ്സിലായല്ലോ. എന്റെ കൈയുടെ ശക്തിയോ? എങ്കിലതൊന്ന് കാണണമല്ലോ. അവന്മാർക്ക് കയ്യിലാണ് ബലം, നിനക്കാണെങ്കിൽ നാക്കിലാണ്. ഓടിക്കോ, 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 ജീവനെ ഓടിക്കോ, ഓടിക്കോ, ഓട്, ഓട്. ഇവനാണ് ഞങ്ങളുടെ വില്ലൻ സണ്ണി അലോന. അവനെ പിടിക്കണം, വേഗം വരൂ. യവന്മാർക്ക് എന്നെ കുറിച്ച് അറിയില്ല. വേറെ ഗ്രഹത്തിൽ നിന്ന് വന്നിട്ട് എന്നെ തല്ലിയാണോ? വിടില്ല യവന്മാരെ. എന്നെ പിടിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല. ഇവൻ ഷാക്കടിപ്പിക്കുകയാണ്. ഇവൻ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അവൻ വലിയ ബലശാലിയാണ്. ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഞങ്ങൾ വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. വേണ്ട, വെള്ളം ഒഴിക്കരുത്. അതെയോ? അപ്പൊ വെള്ളമാണ് അവന്റെ ശത്രു. അറ്റാക്ക്. ഇവരെ നിർത്താൻ ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. ഫയർ എഞ്ചിൻ കൊണ്ടുവരണം. കുറച്ച് സോസും കൂടി ഒഴിച്ചേക്കാം. ആഹാ. അല്ല, ഇതെന്ത് പറ്റി? വെള്ളം വരുന്നില്ലല്ലോ. നല്ല സ്വാദ്. അല്ല, ഈ വെള്ളം എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ നിന്ന് പോയത്? പാവയ്ക്ക വേണോ? പാവയ്ക്ക. പാവയ്ക്ക വേണോ? പാവയ്ക്ക. പാവയ്ക്ക വേണോ? പാവയ്ക്ക. പാവയ്ക്ക. പാവയ്ക്ക കണ്ടപ്പോ നിന്റെ വായിന്ന് വെള്ളം വന്നോ? ഇനി അടുത്ത ഒരാഴ്ചത്തേക്ക് ഞാൻ നിനക്ക് പാവയ്ക്ക മാത്രമേ തരൂ. എന്റെ പോപ്പട്ടെ, എന്തുമാത്രം വെള്ളം നീ വേസ്റ്റ് ചെയ്യുന്നത്? ഇടയ്ക്ക് കുറച്ച് വെള്ളം ചെടിക്കെങ്കിലും ഒഴിച്ചൂടെ? എടോ ഓട്ടോക്കാരാ, ചില്ലറ വാങ്ങാൻ വീട് വരെ വരേണ്ട കാര്യം എന്താ തനിക്ക്? ഓഹോ, എന്റെ പോപ്പറ്റെ, ഇത് ഓട്ടോക്കാരനൊന്നും അല്ല. ഇവൻ എന്റെ ഫ്രണ്ടിന്റെ ഏറ്റവും പെറ്റായ മൂങ്ങയാണ്. ഇവിടെ നമ്മുടെ കൂടെ താമസിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. സോറി, മീറ്റർ പോലുള്ള മുഖം കണ്ടപ്പോ ഓട്ടോക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ചതാ. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ പേരെന്താ? എന്റെ പേരാണ്. എടാ, വല്ലാത്ത മോശമായ പേരാണെന്ന് തോന്നുന്നു. അത് കേട്ടപ്പോഴേ വെറുപ്പ് തോന്നുന്നു. ഇവന്റെ പേരാണ് മൂങ്ങേഷ് കൂർക്കൻ. ഇവൻ പകൽ ഉറക്കത്തിലും രാത്രി ഉണർന്നുമിരിക്കും. ഞാൻ രാത്രി എന്തുകൊണ്ടാണ് ഉണർന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവന്റെ ഈ താടി മുടിയും കണ്ട് ഞാൻ വല്ലാതെ ഇൻസ്പയർ ആയിരിക്കുകയാണ്. അല്ല, ഇവൻ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ?
വെനസ് നൈറ്റ് വരെ. വെനസ് നൈറ്റ് എന്നല്ല, വെനസ് ഡേ എന്നാണ്. ഞങ്ങൾ രാത്രി ഉണർന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വെനസ് നൈറ്റ് ആണ്. ഞാനൊരു രഹസ്യം പറയട്ടെ. ആ പറയൂ പറയൂ. ആ, എടാ ഒന്ന് എഴുന്നേൽക്ക്. എന്തായിരുന്നു ആ രഹസ്യം? എഴുന്നേൽക്ക്, എന്നിട്ട് പറയേ. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? വെനസ് നൈറ്റ് അല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ആ രഹസ്യം പറ, രഹസ്യം. രാത്രിയായി. എന്റെ ഫാമിലിയും ഇപ്പോൾ ഉണർന്നു കാണും. ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇപ്പൊ തന്നെ ഒരു മെസ്സേജ് അയച്ചേക്കാം. സുപ്രഭാതം ബെല്ലച്ചാ. ഇതുപോലെ ഓരോരുത്തർക്കും സുപ്രഭാതം അങ്ങ് അയച്ചു കൊടുത്തേക്കാം. എനിക്കിപ്പൊ കളിക്കാനുള്ള സമയമായിരിക്കാണ്. എല്ലാരും എവിടെ? ആഹാ, എല്ലാരും നല്ല ഉറക്കമാണോ? എനിക്ക് കളിക്കണം. ഇവന്മാരൊക്കെ ഇപ്പൊ തന്നെ അല്ല, നിങ്ങൾ എല്ലാരും കൂടി എന്റെ സ്വപ്നത്തിൽ എന്തെടുക്കുക? ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. മൂങ്ങയാണ് നമ്മളെ എഴുന്നേൽപ്പിച്ചത്. എനിക്ക് കളിക്കണം. എന്റെ കൂടെ കളിക്കാൻ വാന്നേ. ഇതാ പിടിച്ചോ ബാസ്കറ്റ് ബോൾ. സോറി, എന്നാ പിന്നെ നമുക്ക് ബാഡ്മിന്റൺ കളിക്കാം. ഇനി നമുക്ക് ക്രിക്കറ്റ് കളിച്ചാലോ? അണിച്ചേട്ടാ, ആ ബോൾ എനിക്കിട്ടതാ. ശരിക്കുള്ള പ്ലേയേഴ്സ് സോഫ്റ്റ് ബോൾ കൊണ്ടല്ല, ഡ്യൂസ് ബോൾ കൊണ്ടാ കളിക്കുന്നത്. നീയും ഡ്യൂസ് ബോൾ കൊണ്ട് കളിച്ച. എനിക്ക് സ്പോർട്സ് എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. എക്സാമിന് പോലും ടീച്ചർ എനിക്ക് പേപ്പറിൽ ബോളാണ് വരച്ചു തരുന്നത്. എടാ അത് ബോൾ അല്ലടാ, സീറോയാണ്. എന്തായാലും ഞാൻ തോറ്റുപോയി. എന്നാ പിന്നെ സ്പോർട്സിൽ തന്നെ എന്റെ കരിയർ ഉണ്ടാക്കാം. ഐഡിയ. നമുക്ക് മുറിവ് പറ്റിയെന്ന് അവനോട് എല്ലാരും പറ. അങ്ങനെ നുണ പറഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാം. ശരി, എന്നാ പിന്നെ ഞാൻ പറയാം. മൂങ്ങേഷ് കൂർക്ക, ഞങ്ങൾക്ക് മുറിവ് പറ്റി. അങ്ങനെ ഒരു നുണ പറഞ്ഞാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്നിറങ്ങാം. എടാ കഴുതേ, നിന്നോട് ആരാടാ മുഴുവൻ പറയാൻ പറഞ്ഞത്? എന്നാ ശരി മൂങ്ങേഷേ, അങ്ങനെ ഒരു നുണ പറഞ്ഞാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. നീ എനിക്ക് പറ്റിയ കമ്പനി തന്നെയാ. വാ, നമുക്കിനി കബഡി കളിക്കാം. അഥവാ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കളിയും കൂടെ കളിക്കാം. അഥവാ നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ. എന്താ, സമ്മതമല്ലേ? കബഡി 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 കബഡി. ശരി, ഇനി കളിച്ചതൊക്കെ മതി. ഇതേതായാലും ഉറങ്ങാനുള്ള സമയാ. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ. സത്യമാണോ? നിങ്ങളാണ് സത്യം. ഞാൻ ജയിച്ചു. അപ്പൊ പറഞ്ഞതുപോലെ ഒരു കളിയും കൂടെ നമുക്ക് കളിക്കാം. Yay! അമ്മ പറയാറുണ്ടായിരുന്നു, നേരായ വഴിക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിൽ വളഞ്ഞ വഴി പ്രയോഗിച്ചിട്ടാണെങ്കിലും നമ്മളത് സാധിച്ചെടുക്കണമെന്ന്. ആ ഐഡിയ. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. എനിക്ക് കളിക്കണം. എന്തായാലും ഇവരെ ഉറങ്ങാനും സമ്മതിക്കരുത്.
ഇവ ഇക്കിളി ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ആ?